പറഞ്ഞല്ലോ നമ്മൾ IT ഇത് പ്രവാസി ചിട്ടി പൂർണ്ണമായും ഓൺലൈനിലാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതിനകത്തുള്ള എല്ലാ ഇൻഫ്രാസ്ട്രക്ചർ ചെയ്യുന്ന ഒരു ടീമിൻ്റെ ഒരു സ്ഥലത്താണ് നമ്മൾ എത്തി നിൽക്കുന്നത്. IT സെക്ഷൻ നമുക്കുള്ളിലേക്ക് പോകാം. എൻ്റെ പേര് ഷാജി എന്നാണ്. ഞാൻ പ്രവാസി ചിട്ടി IT സെക്ഷനിലെ സീനിയർ മാനേജറാണ്. ഇവിടെ നമ്മൾ പ്രധാനമായിട്ടും ചെയ്യുന്നത് നമ്മുടെ പ്രവാസി ചിട്ടി റിലേറ്റഡ് ആപ്ലിക്കേഷൻസിൻ്റെ സോഫ്റ്റ്വെയർ ഡെവലപ്മെൻറ്റ് അസിസ്റ്റൻസും അതേപോലെ തന്നെ അതിൻ്റെയൊക്കെ ടെസ്റ്റിങ്ങൊക്കെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട നമ്മൾ ചെയ്യുന്നത്. ഇവിടെ നമുക്ക് പ്രധാനമായിട്ടും നമുക്കൊരു മൊബൈൽ ആപ്ലിക്കേഷനുണ്ട്, അതേപോലെ തന്നെ നമുക്കൊരു വെബ് പോർട്ടലും ഉണ്ട്. ഇതിൽ ഈ രണ്ട് ആപ്ലിക്കേഷൻ വഴിയും നമുക്ക് ചിട്ടിയിൽ എൻറോൾ ചെയ്യുവാനും, അതായത് ചിട്ടിയിൽ സബ്സ്ക്രൈബ് ചെയ്യുവാനും, അതിൻ്റെ പൈസ അടയ്ക്കുന്നതിന് വേണ്ടിയുള്ള കാര്യങ്ങളും, അത് കഴിഞ്ഞ ശേഷം അതിൻ്റെ ഓപ്ഷൻ റിലേറ്റഡ് കാര്യങ്ങൾ ചെയ്യുന്നതിനും, ഓപ്ഷൻ കഴിഞ്ഞ ശേഷം അതിൻ്റെ പേയ്മെൻറ്റ് റിക്വസ്റ്റ് അങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുന്നതിനും, മാത്രമല്ല പ്രൈസ് മണി റിസീവ് ചെയ്യുന്നതിനുള്ള കാര്യങ്ങളും ഒക്കെ നമ്മുടെ ഈ ആപ്ലിക്കേഷൻ വഴി നമ്മുടെ ഇപ്പോൾ ഈ രണ്ട് ആപ്ലിക്കേഷൻ, അതായത് മൊബൈൽ ആപ്ലിക്കേഷൻ അതേപോലെ വെബ് പോർട്ടൽ വഴിയും നമുക്ക് സാധിക്കും. ഇത് എന്ന് മാത്രമല്ല, പിന്നെ നമ്മൾ IT സെക്ഷൻ ചെയ്യുന്നത് എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ, എന്തെങ്കിലും സോഫ്റ്റ്വെയർ റിലേറ്റഡ് സപ്പോർട്ട് ആർക്കെങ്കിലും വേണമെങ്കിൽ അത് നമ്മൾ ഇവിടുന്ന് ചെയ്തു കൊടുക്കുന്നുണ്ടായി. ഇതാണ് IT സെക്ഷൻ്റെ ഒരു നക്ഷലാണ് ഞാൻ പറഞ്ഞത്. ഇനി വരും സമയങ്ങളിൽ ഇതിൻ്റെ ഓരോ ആപ്ലിക്കേഷനെ പറ്റിയും അതിൻ്റെ മറ്റു കാര്യങ്ങളെ പറ്റിയും ഇൻഡെപ്തായിട്ട് ഇനി നമുക്ക് വരും ദിവസങ്ങളിൽ നമുക്ക് സംസാരിക്കാൻ പറ്റും. അപ്പോൾ ഇനിയിപ്പോൾ നമ്മൾ കൂടുതൽ കാര്യങ്ങൾ അറിയുന്നതിനായിട്ട് നമ്മുടെ അക്കൗണ്ട്സും കൈകാര്യം ചെയ്യുന്നതും നമ്മുടെ അഡ്മിനിസ്ട്രേഷനും നമ്മുടെ പേയ്മെൻറ്റും ഒക്കെ കൈകാര്യം ചെയ്യുന്ന സീനിയർ മാനേജർ സാബുവിനെ പരിചയപ്പെടാം. ഗുഡ് ഈവനിങ് സാർ. നമസ്കാരം, എൻ്റെ പേര് സാബു. ഞാൻ DBCയിലെ 3 പ്രധാനപ്പെട്ട വകുപ്പുകൾ കൈകാര്യം ചെയ്യുന്നു. 1 അഡ്മിനിസ്ട്രേഷൻ, 2 അക്കൗണ്ട്സ്, 3 പേയ്മെൻറ്റ്സ്. അഡ്മിനിസ്ട്രേഷൻ ആകുമ്പോൾ നമ്മുടെ ഇവിടുത്തെ സ്റ്റാഫുകളുടെ കാര്യങ്ങളെല്ലാം നോക്കുക, അതോടൊപ്പം തന്നെ ഇത്രയും വലിയ ഒരു ബിസിനസ് ചെയ്യുന്ന ഒരു സ്ഥാപനത്തിനെ നല്ല രീതിയിൽ നടത്തിക്കൊണ്ടു പോകുന്നതിന് ആവശ്യമായ സപ്പോർട്ട് DGMന് കൊടുക്കുക തുടങ്ങിയ പ്രധാനപ്പെട്ട മേഖലകളാണ് അഡ്മിനിസ്ട്രേഷനിലുള്ളത്. അത് ഒരുവിധം നല്ല രീതിയിൽ ഭംഗിയായി തന്നെ കൈകാര്യം ചെയ്തു പോകാനായിട്ട് സാധിക്കുന്നുണ്ട് എന്നാണ് എൻ്റെ വിശ്വാസം. രണ്ടാമതായി അക്കൗണ്ട്സാണ്. ഏകദേശം 7ഓളം പേയ്മെൻറ്റ് ഗേറ്റ് വേകൾ വഴി വരുന്ന കസ്റ്റമേഴ്സ് അടയ്ക്കുന്ന തുകകൾ അതാത് കൃത്യമായിട്ട് തന്നെ അക്കൗണ്ട് ചെയ്യപ്പെടുന്നുണ്ടോ എന്ന് പരിശോധിക്കേണ്ട, റെക്കൺസിലേഷൻ ചെയ്യേണ്ട ഒരു ഭാരിച്ച ഉത്തരവാദിത്തമുള്ള ഒരു സെക്ഷനാണ് അക്കൗണ്ട് സെക്ഷൻ. അത് അവിടുത്തെ ജീവനക്കാർ അവരെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുക എന്നുള്ളതാണ് എൻ്റെ ധർമ്മം. ആ ജീവനക്കാർ നല്ല രീതിയിൽ തന്നെ അത് നടത്തിക്കൊണ്ടു പോകുന്നു. അതോടൊപ്പം തന്നെ GST, TDS ഗവൺമെൻറ്റിലേക്ക് അടയ്ക്കുന്ന ഈ വക സ്റ്റാറ്റ്യൂട്ടറി ആയിട്ടുള്ള എല്ലാ കാര്യങ്ങളും കൃത്യമായി തന്നെ ഹെഡ് ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യേണ്ടതും അടപ്പിക്കേണ്ടതുമായിട്ടുള്ള ഒരു ഉത്തരവാദിത്വം അക്കൗണ്ട് സെക്ഷനുണ്ട്. അതുമാത്രമല്ല, സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട വർഷാവർഷം നടത്തേണ്ട സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റുമായിട്ട് ബന്ധപ്പെട്ട് നടത്തേണ്ട എല്ലാവിധ പേപ്പറുകളും തയ്യാറാക്കുക. ആ തയ്യാറാക്കുന്ന പേപ്പറുകൾ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്റ് നടത്തി അതിനെ ഹെഡ് ഓഫീസിലേക്ക് റിപ്പോർട്ട് ചെയ്യാനുള്ള ഒരു ചുമതല കൂടി ഈ അക്കൗണ്ട് സെക്ഷനുമായിട്ട് ബന്ധപ്പെട്ട് പറയാനായിട്ടുണ്ട്. അത് കൃത്യമായി തന്നെ നടന്നു പോകുന്നു. അടുത്തതായി പറയേണ്ടത് 3ാമത്തെ പ്രധാനപ്പെട്ട സെക്ഷൻ പേയ്മെൻറ്റ് സെക്ഷനാണ്. DDBS വഴി പൂർത്തിയാകുന്ന സെക്യൂരിറ്റൈസേഷൻ പ്രോസസ്സ് പൂർത്തിയായ ഫയലുകൾക്ക് പേയ്മെൻറ്റ് കൊടുക്കുക എന്നുള്ളതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ധർമ്മം. അതോടൊപ്പം തന്നെ ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കസ്റ്റമേഴ്സ്, പ്രൈസ് മണി ഡെപ്പോസിറ്റ് ചെയ്യേണ്ട കസ്റ്റമേഴ്സിനെ കൃത്യസമയത്ത് തന്നെ ഡെപ്പോസിറ്റ് ചെയ്യിപ്പിക്കുക, അവർ ഫോളോ അപ്പ് നടത്തുക, അവർക്ക് കൊറിയർ ഉണ്ടെങ്കിൽ അതിനാവശ്യമായ സാറ്റിസ്ഫാക്ടറി ആയിട്ടുള്ള മറുപടി നമ്മൾ നൽകുക, കൃത്യസമയത്ത് തന്നെ പേയ്മെൻറ്റ് നൽകുക. അതോടൊപ്പം തന്നെ ചേഞ്ച് ഓഫ് സെക്യൂരിറ്റി ഇടേണ്ട അവസരങ്ങളിൽ ചേഞ്ച് ഓഫ് സെക്യൂരിറ്റിക്ക് അപ്രൂവ് ചെയ്ത ചേഞ്ച് ഓഫ് സെക്യൂരിറ്റികൾ ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്യുന്നതിലേക്ക് വേണ്ടി അവർ ഡെപ്പോസിറ്റ് ക്ലോഷർ റിക്വസ്റ്റ് ഇടിക്കുക. മാത്രമല്ല, ഡെപ്പോസിറ്റ് ക്ലോസ് ചെയ്ത് അവരുടെ അക്കൗണ്ടുകളിലേക്ക്, അതായത് NRO അക്കൗണ്ടുകളിലേക്ക് ട്രാൻസ്ഫർ ചെയ്യിക്കുക. അതികഠിനമായ ഒരു സെക്ഷനാണ് പേയ്മെൻറ്റ് സെക്ഷൻ. അതോട് മാത്രമല്ല, RSC റിക്വസ്റ്റുകൾ നമ്മൾ സബ്മിറ്റ് ചെയ്യിപ്പിക്കുക, RSC പേയ്മെൻറ്റുകൾ കൃത്യസമയത്ത് തന്നെ നൽകുക എന്നുള്ള ഒരു ഉത്തരവാദിത്വം കൂടെ പേയ്മെൻറ്റ് സെക്ഷനിൽ ഉണ്ട്. ഇതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ധർമ്മം. അതിലേക്ക് വേണ്ടി ധാരാളമല്ല ആവശ്യമായ ജീവനക്കാരെ നമ്മൾ വിന്യസിച്ചിട്ടുണ്ട്. ജീവനക്കാർ ഈ പേയ്മെൻറ്റുകൾ യഥാസമയം നൽകുന്നതും അതിനെ ഒന്ന് കോർഡിനേറ്റ് ചെയ്യുന്ന ചുമതല ഞാൻ നിർവഹിച്ച് വരുന്നതും. ഇതിൽ ഏകദേശം ഇപ്പോഴത്തെ കണക്കനുസരിച്ച് 120 കോടിയുടെ ഔട്ട്സ്റ്റാൻഡിങ് സ്ഥലമാണുള്ളത്.
അപ്പോൾ ഏകദേശം 1500ഓളം ചിട്ടികളാണ് ഇപ്പോൾ നമ്മൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ഈ ചിട്ടികളിൽ തന്നെ 1500 പേയ്മെൻ്റാണ് നമുക്ക് ഒരു മാസം കൊടുക്കാനായിട്ടുള്ളത്. അത്രയധികം ടീഡിയസ് ആയിട്ടുള്ള ഒരു പ്രയത്നമാണ് അവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. കൃത്യമായിട്ട് കസ്റ്റമേഴ്സിന് ബുദ്ധിമുട്ടില്ലാത്ത രീതിയിൽ തന്നെ കാര്യങ്ങളെല്ലാം നടന്നുകൊണ്ട് പോകുന്നു എന്നുള്ളത് സന്തോഷകരത്തോടെ ഞാൻ അറിയിക്കുകയാണ്. പ്രവാസി.ksp.com എന്ന വെബ്സൈറ്റിലൂടെയും നമ്മുടെ പ്രവാസി ചിട്ടി മൊബൈൽ ആപ്പിലൂടെയും വരുന്ന പിന്നെ ഇന്ത്യക്ക് വെളിയിലുള്ള 122 രാജ്യങ്ങളിലുള്ള കസ്റ്റമേഴ്സിൻ്റെ മാൻഡേറ്ററി ഡോക്യുമെൻ്റ് അപ്ലോഡ് ചെയ്ത് വെരിഫൈ ചെയ്യുന്ന ഒരു പ്രോസസ്സാണ് KYC വെരിഫിക്കേഷൻ എന്ന് പറഞ്ഞാൽ. നമുക്ക് ഇപ്പോൾ നിലവിൽ 122 രാജ്യങ്ങളിൽ നിന്നും 28 സംസ്ഥാനങ്ങളിൽ നിന്നും 8 കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമായിട്ട് 1,39,143 വരെ നമ്മൾ പ്രവാസി ചിട്ടി ചേരാൻ വേണ്ടി സജ്ജരാക്കിയിട്ടുണ്ട്. വളരെ സാറ്റിസ്ഫൈഡ് ആയിട്ടുള്ള കസ്റ്റമേഴ്സ് തന്നെയാണുള്ളത്. നമുക്ക് മാൻഡേറ്ററി ആയിട്ട് കുറച്ച് ഡോക്യുമെൻറ്റ്സ് വേണം. ആദ്യം വേണ്ടത് നമുക്ക് പാസ്പോർട്ടാണ്. പാസ്പോർട്ടിൻ്റെ ഫ്രണ്ട് പേജും പിന്നെ അഡ്രസ് പേജും ആണ് വേണ്ടത്. പിന്നെ ആ രാജ്യത്തിൻ്റെ വിസയോ അല്ലെങ്കിൽ റെസിഡൻസ് ഐ ഡിയോ ഐദർ വിസ ഓർ റെസിഡൻറ്റ് ഐ ഡി വേണം. പിന്നെ NRK കേസിലാണെങ്കിൽ, അതായത് പിന്നെ ഇന്ത്യക്കകത്ത് തന്നെയുള്ള കേരളത്തിന് വെളിയിലുള്ള ആളുകളുടെ കേസിലാണെങ്കിൽ ആധാർ ഓർ വോട്ടർ ഐ ഡിയാണ് ആധാരാക്കി എടുക്കുന്നത് നമ്മൾ. പിന്നെ ആ സംസ്ഥാനത്ത് ജോലി ചെയ്യുന്നതോ താമസിക്കുന്നതായിട്ടുള്ള ഏതെങ്കിലും ഒരു രേഖയും കൂടെ ഉണ്ടെങ്കിൽ നമുക്ക് KYC കംപ്ലീറ്റ് ചെയ്യാൻ പറ്റും. KYC വെരിഫിക്കേഷൻ പറഞ്ഞല്ലോ. വെരിഫിക്കേഷൻ പ്രോസസ്സ് കഴിഞ്ഞ ശേഷം നമുക്ക് അപ്രൂവൽ കിട്ടിക്കഴിഞ്ഞ് നമുക്കിനി അനുയോജ്യമായ ചിട്ടികൾ തിരഞ്ഞെടുക്കാം. ചിട്ടികൾ തിരഞ്ഞെടുത്ത് കഴിഞ്ഞിട്ടുള്ള അതിന് ശേഷമുള്ള ഒരു പ്രധാനപ്പെട്ട ഒരു സെക്ഷനാണ് ഓപ്ഷൻ. ആ ഓപ്ഷൻ്റെ വിശദാംശങ്ങൾ നമ്മുടെ മാനേജർ ശ്രീ പ്രവീൺ വ്യക്തമാക്കി. പ്രവാസി ചിട്ടിയുടെ കോറായിട്ടുള്ള ഒരു സംഭവമാണ് ഓപ്ഷൻ. അതായത് പ്രവാസി ചിട്ടിയുടെ ഓപ്ഷൻ ഫുള്ള് ഓൺലൈനാണ്. നാട്ടിലുള്ള ചിട്ടിയിൽ നമ്മൾ ബ്രാഞ്ചിൽ പോയി ഓപ്ഷൻ വിളിക്കുന്നതിന് പകരം ഇവിടെ നമുക്ക് മൊബൈൽ ആപ്പിലോ അല്ലെങ്കിൽ വെബ്സൈറ്റ് വഴിയോ നമുക്ക് ലോകത്തിൻ്റെ ഏത് ഭാഗത്തിരുന്നും ഓപ്ഷനിൽ പങ്കെടുക്കാൻ പറ്റും. അപ്പോൾ ഓപ്ഷനിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് നമ്മൾ ചിട്ടി രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞാൽ ഓപ്ഷൻ്റെ ടൈം അറിയിക്കുന്നുണ്ടാവും. അത് ഇപ്പോഴത്തെ രീതി അനുസരിച്ചിട്ട് വൈകുന്നേരം ഇന്ത്യൻ ടൈം ഒരു 3:30 മുതൽ 6 മണി വരെയുള്ളത് ഒരു ഫസ്റ്റ് സ്ലോട്ടായിട്ടും പിന്നെ വൈകുന്നേരം 7 മണി മുതൽ രാത്രി 11:45 വരെയുള്ളത് ഒരു സെക്കൻഡ് സ്ലോട്ടായിട്ടും 2 സ്ലോട്ടായിട്ടാണ് ഓപ്ഷൻ നടക്കുന്നത്. പക്ഷേ ഓപ്ഷൻ്റെ സമയം എന്നുള്ളത് നമ്മൾ ചിട്ടി ചേരുന്ന സമയത്ത് തന്നെ പറയുന്നുണ്ടാവും. അപ്പോൾ എല്ലാ മാസവും 21-ാം തീയതി 3:30 മുതൽ 4 മണി വരെ എന്നുള്ള രീതിയിൽ പറഞ്ഞു കഴിഞ്ഞാൽ ആ രീതിയിലായിരിക്കും ഓപ്ഷൻ നടക്കുക. എല്ലാ മാസവും 21-ാം തീയതി ആകുമ്പോൾ 3:30-ക്ക് ഓപ്ഷൻ സ്റ്റാർട്ട് ചെയ്യും. അതിനൊരു 10 മിനിറ്റ് മുമ്പേ നമുക്ക് ഓപ്ഷൻ്റെ റൂമിലേക്ക് കയറാം. ഓപ്ഷൻ്റെ റൂമിലേക്ക് കയറി എല്ലാം റെഡി ആയിട്ടിരിക്കുമ്പോൾ 3:30 ആകുമ്പോൾ കറക്റ്റ് ഓപ്ഷൻ തുടങ്ങും. ഈ സാധനങ്ങളെല്ലാം ഓട്ടോമേറ്റഡ് ആണ്. അതായത് ഇവിടെ മനുഷ്യനായിട്ട് ഒന്നും ചെയ്യേണ്ട കാര്യങ്ങളില്ല. കറക്റ്റ് സിസ്റ്റം തന്നെ 3:20 ആകുമ്പോൾ എല്ലാവരെയും ഓപ്ഷൻ റൂമിലേക്ക് എൻട്രി ചെയ്യിക്കും. 3:30 ആകുമ്പോൾ ഓപ്ഷൻ സ്റ്റാർട്ടും ചെയ്യിക്കും. ഓപ്ഷൻ വിളിക്കുന്നത് പോലെയാണ്. ഓപ്ഷൻ്റെ മാക്സിമം ടൈം അരമണിക്കൂറാണ്. പക്ഷേ ചിലപ്പോൾ ആൾക്കാർ തമ്മിൽ പെട്ടെന്ന് വിളിച്ച് ഫൈനലൈസ് ആകുന്നുണ്ടെങ്കിൽ അതിനകത്ത് തന്നെ ഓപ്ഷൻ കംപ്ലീറ്റ് ആയി പോകുന്നതായിരിക്കും. ലേലത്തിൽ നമുക്ക് നേരിട്ട് പങ്കെടുക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് KSFE തന്നെ ലേലം വിളിക്കാൻ വേണ്ടി ഏൽപ്പിക്കാം. ഇന്നിപ്പോൾ നാട്ടിൽ ഇതിൽ പ്രോക്സി എഴുതി കൊടുക്കുന്നതിന് തുല്യമായിട്ട് നമുക്കിവിടെ ഓൺലൈനായിട്ട് തന്നെ പ്രോക്സി സബ്മിറ്റ് ചെയ്യാം. നമുക്ക് ഇത്ര രൂപ വരെ വിളിക്കാൻ താല്പര്യമായിട്ട് സബ്മിറ്റ് ചെയ്ത് കഴിഞ്ഞാൽ സിസ്റ്റം അതുവരെ നമുക്ക് വേണ്ടി വിളിക്കും. വേറെ അതിനേക്കാളും മേലെ ആരെങ്കിലും വിളിക്കുകയാണെങ്കിൽ അവർക്ക് കൊടുക്കുന്നുണ്ടാവും. അതല്ല നമ്മൾ വിളിച്ചതിന് നമ്മൾ കൊടുത്ത എമൗണ്ടിന് താഴെയാണ് ഈ വിളി വന്നത് എന്നുണ്ടെങ്കിൽ അവർ വിളിച്ചതിൽ നിന്ന് ഒരു 100 രൂപയോ 200 രൂപയോ കൂട്ടി നമുക്ക് ലേലം സ്ഥിരപ്പെടുത്തുന്നതായിരിക്കും. അപ്പം പ്രോക്സി ഒന്ന് കൊടുക്കുന്നത് ഒരു മാക്സിമം എമൗണ്ടാണ്. അതിനേക്കാളും കുറഞ്ഞ എമൗണ്ടിനും ചിട്ടി നമുക്ക് കിട്ടാനുള്ള ചാൻസ് ഉണ്ട്. മേഡം, ഇനിയിപ്പോൾ ഞാൻ സംസാരിച്ചപ്പോൾ പ്രധാനപ്പെട്ടത് വിട്ടുപോയൊരു ചോദ്യമാണ്. ഇപ്പോൾ പ്രവാസി ചിട്ടികളുടെ, അതായത് ഒരു ബിസിനസ് പ്രൊമോട്ടർ എന്നുള്ള ഒരു പ്രൊമോട്ടേഴ്സ് എന്നുള്ള ഒരു സാധ്യത ശരിക്കും ഇല്ലേ? ശരിക്കും കാരണം അതൊരു എക്സ്ട്രാ ഇൻകം ലഭിക്കുകയല്ലേ ചെയ്യുക. ഞാൻ എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ നമ്മൾ ഇപ്പോൾ പ്രവാസി സുഹൃത്തുക്കളുടെ ഭാര്യമാർ ചിലവരൊക്കെ ഹൗസ് വൈഫ് എന്നുള്ളൊരു കോൺസെപ്റ്റിൽ ചിലപ്പോൾ എടുക്കാറുണ്ട്. പക്ഷെ അവർക്കൊക്കെ ആ ഒരു കണക്ഷൻ നല്ല രീതിയിൽ ഇൻഫ്ലുവൻസ് ചെയ്തിട്ട് ഈ ഒരു പ്രവാസി ചിട്ടിയിലേക്ക് ആൾക്കാരെ കൊണ്ടുവരാനും അവർക്ക് കാര്യങ്ങൾ പറഞ്ഞു കൊടുക്കാനും അതിലൂടെ അവർക്കൊരു എക്സ്ട്രാ ഇൻകം ജനറേറ്റ് ചെയ്യാനായിട്ട് സാധിക്കുന്ന രീതിയിൽ ഇപ്പോൾ നമ്മുടെ നോർമൽ ചിട്ടികളിൽ അത് സാധ്യമാണല്ലോ. അപ്പോൾ പ്രവാസി ചിട്ടികളിൽ അങ്ങനെ ഒരു സാധ്യത ഇപ്പോൾ നിലനിൽക്കുന്നുണ്ടോ, അല്ലെങ്കിൽ അത് അങ്ങനെ ഒരു സാധ്യത ഇനി വരുമോ? അതിനെക്കുറിച്ച് മേഡം എന്താണ് പറയാനുള്ളത്? ഈ ഒരു ചോദ്യം കൂടെ കഴിഞ്ഞിട്ട് തൽക്കാലം നമുക്ക് ഈ വ്ളോഗ് തീർക്കാം. ഇപ്പം തന്നെ ഒരുപാട് സമയമായി.
സുനിൽ ഇപ്പോൾ ചോദിച്ചത് വളരെ ആപ്റ്റായിട്ടുള്ളൊരു ചോദ്യം തന്നെയാണ്. നമുക്ക് ഇപ്പോൾ ഡൊമസ്റ്റിക് ചിട്ടിയിലും ഒക്കെ നമുക്ക് ബിസിനസ് പ്രൊമോട്ടേഴ്സ് ഉണ്ട്. അതുപോലെ തന്നെ KSFE പ്രവാസി ചിട്ടിക്കും നമ്മൾ ബിസിനസ് പ്രൊമോട്ടറെ എടുക്കുന്നുണ്ട്. അതിനായിട്ടുള്ള നമ്മൾ അഡ്വർടൈസ്മെൻറ്റ്സ് ഒക്കെ സോഷ്യൽ മീഡിയ വഴിയൊക്കെ നമ്മൾ കൊടുക്കുന്നുണ്ട്. അപ്പം ഈ ഇൻഡസ്ട്രി ആയിട്ടുള്ള ഏത് പ്രവാസി മലയാളിക്ക് അവർക്കൊരു ജോലി ഉണ്ടെങ്കിൽ കൂടി ഒരു അധിക വരുമാനം എന്ന നിലയ്ക്കും, അതുപോലെ അവിടെയുള്ള ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള സ്ത്രീകൾക്കും ഒക്കെ ഇതിനകത്തേക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. അവരുടെ ഡീറ്റെയിൽസ് തന്നു കഴിഞ്ഞാൽ നമ്മൾ ഓൺലൈനായിട്ടൊരു ഇൻ്റർവ്യൂ ഒക്കെ നടത്തിയിട്ട് അവരെ ഈ ബിസിനസ് പ്രൊമോട്ടർ എന്ന നിലയ്ക്ക്, അപ്പോൾ ഈ പ്രവാസി ചിട്ടിയെ കൂടുതൽ ആൾക്കാരിലേക്ക് എത്തിക്കാനും അതിലൂടെ പ്രവാസി ചിട്ടിയിൽ ആൾക്കാർക്ക് ജോയിൻ ചെയ്യാനും ഒക്കെ ഇത് പ്രയോജനപ്പെടുന്ന ഒരു കാര്യം തന്നെയാണ്. ആ രീതിയിൽ നമ്മൾ അതിന് എടുത്തിട്ടുണ്ട്. തീർച്ചയായിട്ടും അതിൻ്റെ ലിങ്ക് വേണമെങ്കിൽ ഈ വ്ളോഗിലൂടെ വേണമെങ്കിൽ കൊടുക്കാവുന്നതാണ് സുനിൽ. അപ്പോൾ അതിലൂടെ അവർക്ക് ഒരു ഗൂഗിൾ ഫോമിൽ ഡീറ്റെയിൽസ് ഒക്കെ ഒന്ന് ഫില്ല് ചെയ്ത് അയച്ചാൽ മതി. തീർച്ചയായിട്ടും. അപ്പോൾ മാഡം പറഞ്ഞ പോലെ തീർച്ചയായിട്ടും ഞാൻ ആ സ്ക്രീനിലും ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ലിങ്ക് ഞാൻ അറ്റാച്ച് ചെയ്യുന്നുണ്ട്. തീർച്ചയായിട്ടും ഇതൊരു വളരെ എന്താ പറയുക ചാലഞ്ചിങ് ആയിട്ട്, അല്ലെങ്കിൽ ഒരു ശരിക്കും എന്നെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എൻ്റെ ഒരു കരിയർ 13 വർഷമായി ഞാൻ ഇൻ്റർമീഡിയറി ആയിട്ട് KSFEയിലുണ്ട്. ഇപ്പം ഞാൻ പ്രവാസി ചിട്ടിയുടെ ഏജൻറ്റും കൂടെ ഇപ്പോൾ മാഡം എനിക്കത് നൽകുകയുണ്ടായി. കാരണം ഇതൊരു ജോലി എന്നുള്ള രൂപത്തിലല്ല, ഒരു പാഷനേറ്റായിട്ട് നമുക്ക് ഒരു സർവീസാണ് ആക്ച്വലി. കാരണം ഒരു ഫിനാൻഷ്യൽ നീഡ് ആവശ്യമുള്ളവരെ നമ്മൾ സപ്പോർട്ട് ചെയ്യണം, അല്ലെങ്കിൽ ഹെൽപ്പ് ചെയ്യാണ് ശരിക്കും. അതൊരു സോഷ്യൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ടാണ് ഞാൻ കാണുന്നത്. ഒരുപാട് എനിക്ക് വ്യക്തിപരമായിട്ടുള്ള അനുഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ ഇതൊരു ഓപ്പർച്യൂണിറ്റിയും കൂടെയാണ്. സുജാത മാഡം പറഞ്ഞ പോലെ ഞാൻ ലിങ്ക് താഴ്ത്തി കൊടുക്കണ്ടേ. മാഡം ഞാൻ കഴിഞ്ഞ കുറേ നേരമായിട്ട് രേവതി മാഡം ഓരോരോ സെക്ഷനിൽ എന്നെ കൊണ്ടുപോയി പരിചയപ്പെടുത്തി. പക്ഷേ ഇത് സത്യം പറഞ്ഞാൽ ഒരു ബ്രാഞ്ചിൽ ഞാൻ 13 കൊല്ലമായിട്ട് ഇൻ്റർമീഡിയറ്റ് ആയിട്ട് വർക്ക് ചെയ്യുകയാണ്. പക്ഷെ ഒരു എൻറ്റയർലി ഡിഫറെൻ്റ് ആയിട്ടാണ്. ഇപ്പോൾ സാബു സാറൊക്കെ പറഞ്ഞത് കേട്ട സമയത്ത് ശരിക്കും പറഞ്ഞാൽ കിളി പോയി എന്ന് പറയാം. കാരണം വലിയൊരു രീതിയിലുള്ള ബിസിനസ്സും കൂടാതെ 24/7 ഇത്രയും സപ്പോർട്ട് കൊടുക്കുന്ന എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു സ്റ്റാഫ്സും തീർച്ചയായിട്ടും KSFE പ്രവാസി ചിട്ടിയുടെ പുറകിലുണ്ട്. അത് വലിയൊരു കാര്യം തന്നെയാണ് ചെയ്യുന്നത്. എന്നെ സംബന്ധിച്ച് ഞാൻ അത്രയും KSFEയുടെ തൊട്ടടുത്ത് നിൽക്കുന്നതുകൊണ്ട് തന്നെ എനിക്കത് മനസ്സിലാവും. കാരണം ഇത്രയധികം ചിട്ടികളും ഇത്രയധികം പേയ്മെൻറ്റ്സും ഒരു ദിവസം നടക്കണു എന്ന് പറയുമ്പോൾ തന്നെ വലിയ ഒരു കാര്യമാണ്. ഇപ്പോൾ സമയം നമ്മളിപ്പോൾ സംസാരിക്കുമ്പോൾ 6:45. ശരിക്കും പറഞ്ഞാൽ ഞാൻ രാവിലെ വന്നതാണ്. ഇപ്പോഴും ഇവിടുന്ന് പകുതി ആൾക്കാർ പോലും പോയിട്ടില്ല. കാരണം അത്രയും ഇൻവോൾവ്മെൻറ്റിലാണ് ഓരോ ആൾക്കാരും അതിൻ്റേതായ ഉത്തരവാദിത്തം നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഞാൻ വളരെയധികം സന്തോഷമുണ്ട് ഇതൊക്കെ നേരിട്ട് കാണാൻ, അത് മനസ്സിലാക്കാനും പറഞ്ഞു തരാനും കാണിച്ച ക്ഷമയും കാര്യങ്ങളൊക്കെ വളരെയധികം താങ്ക് യു. അതുകൂടാതെ മാഡം ഇതിലിപ്പോൾ വന്നപ്പോഴാണ് എനിക്ക് മനസ്സിലായത് ഇതൊരു കടൽ പോലെയുള്ള ഒരു സംഭവമാണ്. ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഇൻഡെപ്തായിട്ട് അറിയാനുണ്ട്. അപ്പോൾ ഒരു ചെയിൻ ഓഫ് ഒരു എന്താ പറയുക വ്ളോഗ്സ് അല്ലെങ്കിൽ വീഡിയോസ് വന്നാൽ അത് മറ്റുള്ളവർക്ക് റീച്ച് ആവാനും പല സംശയങ്ങൾ, ഇപ്പോൾ ഈ ഒരു വീഡിയോ കാണുമ്പോൾ ഒരുപാട് പേർക്ക് പല സംശയങ്ങളും നമ്മളോട് ചോദിക്കാനുണ്ടാവും. തീർച്ചയായിട്ടും ഇതൊരു വലിയൊരു കാൽവയ്പ് തന്നെയാണ്. കാരണം ഇത്രയും കാലം ചോദിച്ചുകൊണ്ടിരുന്ന ഒരു കാര്യമാണ്. മേഡം അത് എനിക്കൊരു അനുവാദം തരികയും ഇത്രയും സമയം ഇവിടെയുള്ള എല്ലാ ഓഫീസേഴ്സും എനിക്ക് വേണ്ട ഹെൽപ്പ് നമുക്ക് ജനങ്ങളിലേക്ക് അത് എത്തിക്കാൻ കാണിച്ച ഒരു 100% ആയിട്ടുള്ള ഒരു എഫേർട്ടിന് താങ്ക് യു സോ മച്ച്. അപ്പോൾ ഇപ്പോൾ തൽക്കാലം മാഡത്തിന് എന്താണ് ലാസ്റ്റ് ഈ ഒരു സീരീസ് ഓഫ് വീഡിയോസിൽ മാഡത്തിന് എന്താണ് നമുക്ക് പറയാനുള്ളത് എല്ലാവരോടും? തീർച്ചയായിട്ടും ഞങ്ങൾ അങ്ങോട്ടും താങ്ക് യു പറയുകയാണ് സുനിലിന്, ഇങ്ങനെ നല്ല രീതിയിലൊരു വാക്ക് ത്രൂ നമുക്ക് വേണ്ടി ചെയ്തു തന്നതിൽ. കാരണം വളരെയധികം പ്രവാസി മലയാളി, പ്രത്യേകിച്ച് പ്രവാസി ചിട്ടി ഇടപാടുകാർക്കൊക്കെ സംശയമുള്ള ഒരു കാര്യം തന്നെയായിരുന്നു, ഇങ്ങനൊരു ഓഫീസ് ഇവിടെ ഉണ്ടോ. അപ്പോൾ നമുക്ക് വളരെ നല്ല രീതിയിൽ കാര്യക്ഷമമായിട്ട് പ്രവർത്തിക്കുന്ന ഒരു ടീം തന്നെയുണ്ട് ഇവിടെ ഞങ്ങൾക്ക്. ഈ KSFE ഡിജിറ്റൽ ബിസിനസ് സെൻ്റർ എന്ന് പറയുന്ന ഈ ഓഫീസിന് പിന്നിൽ പ്രവർത്തിക്കുന്നവർ. അപ്പോൾ ആ രീതിയിൽ നല്ല രീതിയിൽ നമ്മൾ സപ്പോർട്ട് അങ്ങോട്ട് കൊടുക്കുന്നത് കൊണ്ട് കൂടിയാണ് ഈ പ്രവാസി ചിട്ടിയിലേക്ക് ഈ ഇടപാടുകാർ എത്തുന്നതും കൂടുതൽ ചിട്ടിയിൽ അവർ ചേർന്നുകൊണ്ടിരിക്കുന്നതും ഒക്കെ. അപ്പോൾ ആ രീതിയിൽ നോക്കുമ്പോൾ ഞങ്ങൾ വളരെ സന്തോഷമുണ്ട്. കൂടാതെ ഞങ്ങളുടെ ഈ CRM അല്ലെങ്കിൽ കോൾ സെൻറ്റർ പ്രവർത്തനം നല്ല രീതിയിൽ ആണ് കൊടുക്കുന്നതെന്നുള്ള ധാരാളം കമൻസും ഒക്കെ നമുക്ക് കിട്ടുന്നുണ്ട്. അതൊക്കെ കേൾക്കുമ്പോൾ നമുക്ക് വളരെ സന്തോഷമാണ്. അപ്പോൾ നമ്മൾ കൂടുതൽ അർപ്പണബോധത്തോടെ നമുക്ക് മുന്നോട്ട് ഇനിയും സർവീസ് കൊടുക്കാനും ഒക്കെ ഞങ്ങൾക്ക് കഴിയുമെന്ന് തന്നെ ഞങ്ങൾ പറയുകയാണ്. എല്ലാ രീതിയിലുള്ള സപ്പോർട്ട്സും പ്രവാസി മലയാളികൾക്ക് വേണ്ടിയിട്ട് 24 മണിക്കൂറും ഞങ്ങൾ സജ്ജമായിട്ട് തന്നെ ഇവിടെ ഉണ്ടാകും. അപ്പം എപ്പോഴും ഒരു സുരക്ഷിതമായ സമ്പാദ്യ പദ്ധതി എന്ന നിലയ്ക്ക്
ഏതൊരു പ്രവാസി മലയാളിയിലേക്കും ഈ പ്രവാസി ചിട്ടിയിലേക്ക് എപ്പോൾ വേണമെങ്കിലും കടന്നു വരാം. അവർക്ക് നല്ലൊരു സമ്പാദ്യം ഇതിലൂടെ ഉണ്ടാക്കാനും ഒക്കെ ഉപകരിക്കുമെന്ന് തന്നെയാണ് എനിക്ക് പറയാനുള്ളത്. ഇനിയും നമുക്ക് ഈ പ്രവാസി ചിട്ടിയെക്കുറിച്ചിട്ടുള്ള മറ്റു വ്ളോഗ്സൊക്കെ ഈ പ്രവാസി മലയാളികൾക്ക് ഉപകാരപ്പെടുന്ന രീതിയിൽ എത്തിക്കാൻ, അതുപോലെ തന്നെ ആഗോളതലത്തിൽ എല്ലാ രാജ്യങ്ങളിലും ഈ പ്രവാസി ചിട്ടിയുടെ പ്രചാരണം കൂടുതൽ നല്ല രീതിയിൽ പ്രവാസി മലയാളിയിലേക്ക് എത്തിക്കാനും, അതുപോലെ പ്രവാസി മലയാളിയെ പ്രവാസി ചിട്ടിയിലേക്ക് കൂടുതൽ അടുപ്പിക്കുവാനും ഒക്കെ ഈ നമുക്ക് കഴിയുമെന്ന് തന്നെയാണ് ഞാൻ കരുതുന്നത്. അതുകൊണ്ട് ഇനിയും നമുക്ക് കൂടുതൽ വ്ളോഗ്സുമായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ കഴിയണമെന്ന് തന്നെയാണ് എൻ്റെ ആഗ്രഹം. തീർച്ചയായിട്ടും അത് നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ സുനിൽ എടുക്കുമെന്ന് തന്നെ ഞാൻ കരുതുന്നു. താങ്ക്സ് എ ലോട്ട്. അപ്പോൾ തൽക്കാലം നമ്മൾ ഈ ഒരു സീരീസ് ഓഫ് വ്ളോഗ്സ് ഇവിടെ കൺക്ലൂഡ് ചെയ്യാണ്. പക്ഷേ തീർച്ചയായിട്ടും ഇതിൻ്റെ ഫെർദർ ആയിട്ട് ഡീറ്റെയിൽ ആയിട്ടുള്ള വ്ളോഗ്സ് തീർച്ചയായിട്ടും വരുന്നതാണ്. അപ്പോൾ ഇത്രയും നേരം വീഡിയോ കണ്ടിരുന്ന എല്ലാവർക്കും വളരെയധികം താങ്ക് യു. അപ്പോൾ സുജാത മേഡത്തിനോടും വളരെയധികം നന്ദി. എൻറ്റയർ ബിസിനസ് ഡിജിറ്റൽ സെൻറ്ററിനോടും എൻ്റെ വളരെയധികം നന്ദി. താങ്ക് യു സോ മച്ച്. താങ്ക് യു.